നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റാണ്. കൊല്ലം ജില്ലയിലെ വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓച്ചറ തെക്കേ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് നേരെ കരുനാഗപ്പള്ളി വരെയാണ് എടുക്കുന്നത്. ഒച്ചറയിൽ നിന്ന് നമ്മൾ കായംകുളം ഭാഗത്തോട്ട് പോകുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് വടക്കേ സൈഡിലായിട്ട് കയറ്റം കയറുന്ന ഭാഗത്തായിട്ട് അവരിപ്പം മെറ്റലൊക്കെ ഇട്ട് നിരത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പണി ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പം കല്ലൂർ മുക്ക്, ഓച്ചറ കഴിഞ്ഞ് നേരെ കല്ലൂർ മുക്ക് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് പണി നേരത്തെ കഴിഞ്ഞതുപോലൊക്കെ തന്നെയുള്ള പണികളേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാംകുളങ്ങരയിലെ അണ്ടർപാസ്, പിന്നെ വവ്വാക്കാവ് ഭാഗത്ത് കുറച്ച് പണി, വവ്വാക്കാവ് കഴിഞ്ഞ് പിന്നെ പുത്തന്തിരി ഭാഗത്തൊക്കെ ആയിട്ടാണ് പണി കുറച്ച് അനക്കമുള്ളത്. പിന്നെ നമ്മൾ ദാണ്ടെ കല്ലൂർ മുക്ക് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു കലങ്കിൻ്റെ നിർമ്മാണം കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കല്ലൂർ മുക്ക് കഴിഞ്ഞ് പള്ളിമുക്ക് ഭാഗത്തോട്ട് വരുമ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നേരത്തെ വലതുഭാഗത്ത് നമുക്ക് ആ ക്രാഷ് ബാരിയറിനോട് ചേർന്നുള്ള ഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണിട്ടിരുന്നതാണ് നേരത്തെ കണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ വലതുഭാഗത്ത് മെറ്റിലൊക്കെ ഇട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പള്ളിമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ കുറച്ച് ഭാഗം ഇടത്തേ സൈഡിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇവിടെ ടാർ ചെയ്ത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ താണ്ടി മുമ്പോട്ട് വരുമ്പോൾ താണ്ടി ഇവിടെ രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റ് ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് വലിയൊരു കട്ടർ ഉണ്ട്. ആ ഒരു കട്ടർ ഒഴിവാക്കാൻ വേണ്ടി വലത്തോട്ട് കയറി വണ്ടി കയറി വരുമ്പം അവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഓച്ചറയിലോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരും. മാത്രമല്ല നമ്മൾ ദാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു കലങ്കിൻ്റെ നിർമ്മാണം കൂടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് വലത്തെ എൻഡ് ഭാഗത്ത് നിന്ന് അവരിപ്പം ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ നിന്ന് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് മെറ്റിലിളകി ഇപ്പം നിലവിലിപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലോട്ട് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റത്തില്ല. ഇത് നമ്മൾ 22/6/2024 എടുത്ത വീഡിയോ ആണ്, ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. വൈകുന്നേരം വരെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെറ്റിലിളകിയിട്ട് റോഡിലോട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പം ബൈക്കിൽ വരുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ. നമ്മളിനി നേരെ വരുന്നത് ചങ്ങംകുളങ്ങരയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇടതുഭാഗത്ത് നമുക്കിപ്പം കാണാം റീറ്റെയിനിങ് വാൾ ഉയർത്തി പണിഞ്ഞിരിക്കുന്ന, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വലതുഭാഗത്ത് കുറേയധികം മെറ്റിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്നതാണ്. അതിപ്പം പല സ്ഥലങ്ങളിലും വേണ്ട ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചങ്ങംകുളങ്ങരയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതിയുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളാണ്. അങ്ങനെ ഇപ്പം കുറച്ച് സ്ഥലങ്ങളിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ വലതേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് നാളിന് ശേഷമാണ് ഇപ്പം ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. കുറച്ച് പണി പൂർത്തിയായിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ. പിന്നെ നമ്മൾ നേരെ വരുന്നത് ചങ്ങംകുളങ്ങര കഴിഞ്ഞ് നേരെ വവ്വാക്കാവ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയൊക്കെ നേരത്തെ പഴയ റോഡ് പൊളിച്ച് ക്രഷ് ചെയ്ത മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പം ചങ്ങംകുളങ്ങര കഴിഞ്ഞ് വവ്വാക്കാവ് ഭാഗത്തായിട്ട് എത്തുമ്പോൾ നാണ്ട് ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ നടുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ടാർ ചെയ്തിരിക്കുന്നതിൻ്റെ നടുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് അവിടുന്ന് റോഡൊക്കെ തുറന്ന് മാറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം കറക്റ്റ് അതിൻ്റെ കൃത്യം നടുക്കായിട്ട് തന്നെ ഒരു ക്രാഷ് ബാരിയർ വരും, മീഡിയം വരുമോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗവും ഒക്കെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ ഈ സൈഡിൽ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. പിന്നെ അറുവരി പാതയ്ക്ക് തന്നെ ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ വവ്വാക്കാവ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം കുറേ നാളിന് ശേഷമാണ് ഇവിടെ വലതുഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വവ്വാക്കാവ് ജംഗ്ഷൻ ഭാഗത്ത് പിന്നെ ഇവിടെ വലതുഭാഗത്ത് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണിയും പുരോഗമിച്ചിട്ടുണ്ട്. വവ്വാക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെയും കുറച്ചൊരു 4-8 ബോക്സ് കൾവർട്ട് താണ്ട് ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 8 10 ഉണ്ട്. 10 ബോക്സ് കൾവർട്ട് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം റോഡിൻ്റെ അടിയിൽ കൂടി വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അത് ഇനി അടുക്കി പിറക്കി അങ്ങ് വെച്ചാൽ മതി. റെഡിമെയ്ഡായിട്ടുള്ള ഓട ബോക്സ് കൾവർട്ട് തുറന്ന് മാറ്റിയിട്ട് അത് പിറക്കി വെക്കുക, മണ്ണിട്ട് മൂടുക, അതേപോലെയുള്ളൊക്കെ പണികളാണ്. പിന്നെ നമ്മൾ വവ്വാക്കാവ് കഴിഞ്ഞ് പിന്നെ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും സർവീസ് റോഡ് വരുന്ന പണികളൊന്നുമില്ലാതെ നടക്കുകയാണ്. കുറേ നാളിന് മുമ്പേ പണി കഴിഞ്ഞിരുന്ന ഒരു ഭാഗമാണ് ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത്.
അവിടുത്തെ പണികൾ പിന്നെ പുരോഗമിച്ചിട്ടില്ല. ഇവിടെ വലതുഭാഗത്ത് പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ട് കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണവും ഈ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പം ഉണ്ട്. വലതുഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണമാണ് പിന്നെ വവ്വാക്കാവ് കഴിഞ്ഞ് ആനന്ദ ജംഗ്ഷൻ വരുമ്പോൾ ഉള്ള സ്ഥലത്ത് പുരോഗമിച്ചിരിക്കുന്നത്. നമ്മളിനി പിന്നെ നേരെ പോകുന്നത് പുത്തന്തര് ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുത്തന്തര് പുതിയകാവ് വരെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടതിനേക്കാൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് അന്നത്തെ വീഡിയോയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ കുറേ ലോഡ് മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു പണികളൊക്കെ, അതായത് മണ്ണൊക്കെ ഇട്ട് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് ഇവിടം കഴിഞ്ഞേച്ച് പിന്നെ നേരെ പുത്തന്തര് ജംഗ്ഷൻ ഭാഗത്തായിട്ടൊക്കെ എത്തുമ്പം ഇവിടെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പ്രൈം കോട്ടൊക്കെ കുറച്ച് ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം ചെറിയ ചിപ്സ് അത് കഴിഞ്ഞിട്ടുള്ള നിരത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇനി ടാറിങ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. നമ്മളിനി നേരെ പുത്തന്തര് ജംഗ്ഷൻ ഭാഗം എത്തിയിട്ടില്ല. ഇപ്പം ആ ഒരു ഭാഗം വരെ ഇപ്പം ഇത്രയും പണി പുരോഗമിച്ചിരിക്കുകയാണ്. പഴയ റോഡ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത്. പഴയ റോഡ് പോകുന്ന ഭാഗമായിരുന്നു. അപ്പോൾ അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് ഇത്രത്തോളം പണിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ദാണ്ട് കുറച്ചും കൂടെ പുത്തന്തര് ഭാഗം കഴിഞ്ഞിട്ട് പുത്തന്തര് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോഴും ഇവിടെയും കുറച്ച് ദാണ്ട് പ്രൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി നേരെ വരുന്നത് പുത്തന്തര് കഴിഞ്ഞിട്ട് നേരെ പുതിയകാവ് ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം വലത്തെ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ കുളമായി കിടന്നിരുന്ന ഒരു ഭാഗമാണ് സർവീസ് റോഡ് വരുന്നത്. കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ഭാഗത്തും അവർ നിരത്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും അവർ കുറച്ച് ഇടത്തെ ഈ സൈഡിലായിട്ട് ബോക്സ് കൾവർട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്കിപ്പം കുറച്ച് പണി പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി നേരെ വരുന്നത് പുതിയകാവിലോട്ടാണ് വരുന്നത്. പുതിയകാവിലാണ് പിന്നെ അടുത്ത വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ പിന്നെ നമ്മൾ ദാണ്ട് പുത്തന്തര് കഴിഞ്ഞ് പിന്നെ പുതിയകാവ് എത്തുന്നതിന് മുമ്പ് ദാണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ടായിരുന്നു അന്ന് പഴയ റോഡ് പൊളിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു കൂട്ടിയിട്ടിരുന്നത് ഇവിടെ വലത്തേ സൈഡിൽ. അപ്പോൾ അത് കോരി പല സ്ഥലങ്ങളിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് അവർ സർവീസ് റോഡിലോട്ട് വാരി ഇട്ട് നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ മുതലായിരിക്കും പിന്നെ അണ്ടർപാസിൻ്റെ കയറ്റം കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളിന് മുമ്പേ രണ്ട് സൈഡിലും റീറ്റേണിങ് വളരെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മുതൽ നേരെ കയറ്റം കയറും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലായിട്ടും റീറ്റേണിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. അപ്പോൾ പകുതിയോളം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് കോൺക്രീറ്റിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും അവർ കുറച്ച് പഴയ റോഡ് പൊളിച്ച് ക്രഷ് ചെയ്തത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. പുതിയകാവ് കഴിഞ്ഞ് പിന്നെ നേരെ പുള്ളിമാൻ ജംഗ്ഷൻ. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും വലിയ പോസ്റ്റൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എടുത്തു മാറ്റണം. ഇവിടെ തൊട്ടടുത്ത സൈഡിൽ തന്നെയാണ് KCB ഉള്ളത്. ഇവിടെ ദാണ്ട് നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്ത് വലത്തേ സൈഡിലാണ് നമ്മുടെ താജ്മഹൽ പള്ളി ഉള്ളത്. താജ്മഹൽ പള്ളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് പഴയ റോഡ് പൊളിച്ച് ക്രഷ് ചെയ്ത മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും, നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ രണ്ട് സൈഡിലും പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇവിടെ കുറച്ച് വീതിക്ക് 6 വരിപ്പാത വരുന്ന ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ട് ഇടയ്ക്കായിട്ടുള്ള നമ്മുടെ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് ഭാഗത്ത് മാത്രമേ അങ്ങനത്തെ പണി തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തിയിരിക്കുന്ന പണികളാണ് നടന്നിരിക്കുന്നത്. കുറച്ച് പണി ഈ ഒരു ഭാഗത്ത് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. കാരണം കുറേ നാളായിട്ട് തന്നെ അവർ പൊളിച്ച് മാറ്റി കളഞ്ഞിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടിരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ സുഡിയോയുടെ പുതിയ ഷോറൂം വരുന്നത്. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ആശുപത്രി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ പിന്നെ വലിയ പണി നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം നോക്കിയിട്ട് ഇവിടെ ഇപ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളാണ് ഇപ്പം കുറച്ച് പണിഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ മണ്ണൊക്കെ നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇതിപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്തൊന്നും വലിയ പണികളില്ല. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ പണി പുരോഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെയാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് പുരോഗമിക്കുന്നത്. നമ്മളിപ്പം ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പഴയ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള പണികളാണ് ഇവിടെയും
നടന്നിരിക്കുന്നത്. വലതുഭാഗത്തായിട്ട് തന്നെ ആ സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ മണ്ണിട്ട് നിരത്തുന്ന പണികൾ കുറേ നാളിന് മുമ്പായിട്ട് കഴിഞ്ഞതാണ്. അവിടെ പിന്നെ വലിയ പണികളൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പം വലിയ വെയിലൊക്കെ വന്ന് ഉണങ്ങി കഴിയുമ്പം ഇതൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പൊടിയായിരിക്കും. അതിനു മുമ്പേ ഈ ഒരു ഭാഗം സർവീസ് റോഡൊക്കെ ടാർ ചെയ്തിരുന്നായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. നമ്മൾ പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നടുക്ക് മീഡിയൻ ഭാഗത്തായിട്ടുണ്ടായിരുന്ന പരസ്യ ബോർഡുകളൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ ബോർഡുകൾ സെൻട്രൽ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന ബോർഡുകളെല്ലാം തന്നെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം നേരെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ തൊട്ട് വലത്തേ സൈഡിലായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഏകദേശം ഒരു 300ഓളം പൈലിങ്ങൾ ഉണ്ടെന്നാണ് നമ്മളോട് എൻജിനീയർ പറഞ്ഞത്. അപ്പം അതിൽ വൺ സൈഡിൽ 150, ഒരു സൈഡിലേക്ക് വേണ്ടിയിട്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് വേണ്ടി 150, അങ്ങനെയാണ്. ഇപ്പം അതിൽ മൊത്തത്തിലിപ്പോൾ ഒരു 80ഓളം പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പം ഇടത്തേ സൈഡിൽ KSRTC സ്റ്റാൻഡ് കാണാം. അപ്പം ഇത്രയും അപ്ഡേറ്റാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സൈഡിലായിട്ടാണ് ഇപ്പം പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടിടത്തായിട്ട് തന്നെ നമുക്ക് പൈൽ ഡ്രില്ലിംഗ് മെഷീനും കാണാം. നേരെ ലാലാജി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയുള്ള അപ്ഡേറ്റ് ആണുള്ളത്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.